ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂ എന്താണെന്ന് പറഞ്ഞു. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ക്യൂവിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ആണ്. ക്യൂവിൽ മെയിനായിട്ട് 2 ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്, ഇൻസേർഷനും ഡിലീഷനും. അപ്പോൾ നമുക്കറിയാം ഇൻസേർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡാറ്റ ആ ക്യൂവിനകത്തേക്ക് ആഡ് ചെയ്യുന്നതാണ് എന്ത് ഇൻസേർഷൻ എന്ന് പറയുന്നത്. ഡിലീറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ, ആ ഒരു ഡാറ്റ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നതിൽ എന്താണ്, എവിടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക, എവിടെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ക്യൂവിൽ എപ്പോഴും ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, ഡിലീഷൻ സംഭവിക്കുന്നത്. റിയർ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസേർഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അൽഗോരിതമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ അൽഗോരിതം ഫോർ ഇൻസേർഷൻ. അപ്പോൾ നമുക്ക് അസ്യൂം ദാറ്റ് ക്യൂ ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു അറേ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ അകത്ത് എന്താ സൈസ് എൻ ആണ്, പിന്നെ ഫ്രണ്ട് ആൻഡ് റിയർ രണ്ട് എന്താ ഫ്രണ്ടും റിയറും നമ്മൾ എന്ത് ചെയ്തു ഡിനോട്ട് ചെയ്ത് ഫ്രണ്ട് ആൻഡ് റിയർ എന്ന 2 പൊസിഷൻസ് എന്ത് ചെയ്തു ക്യൂവിൽ നമ്മൾ കാണിച്ചു. അതേപോലെ വാൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാൽ എന്ന് പറയും, ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റയാണ് വാൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് ഇതാണ് ഈ ഇൻസേർട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്യൂവിൻ്റെ അകത്തേക്ക് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ അൽഗോരിതമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്, കാരണം ഓൾറെഡി ക്യൂ ചോദിക്കാറുണ്ട്, സ്റ്റാക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് നോക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ദെൻ ആദ്യത്തെ കണ്ടീഷൻ എന്താ, ഇഫ് റിയർ ഈക്വൽ ടു -1. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്യൂ ആണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ റിയർ, കാരണം ഫ്രണ്ട് റിയർ, അപ്പോൾ കാരണം നമ്മൾ ഒരു എം ടി ആയി കിടക്കുന്ന ഒരു ക്യൂ ആണ്, ഒന്നുമില്ല അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റിയർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, -1 പൊസിഷനിലായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഒരു -1 പൊസിഷനിലായിരിക്കണം റിയർ എന്ന് വെച്ചാൽ ഏറ്റവും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗം. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0. ദെൻ ഫ്രണ്ടും റിയറും 0യിലാണോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. കാരണം ഒന്നുമില്ലാത്തൊരു സ്ഥലം, ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആൾ വന്ന് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ്, ഫ്രണ്ടും റിയർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അത് 0 പൊസിഷനിലാണോ നമ്മൾ നോക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു പൊസിഷനിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു വാൽ എന്ന് വെച്ചാൽ എന്താ, ഡാറ്റ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താ, റിയർ ഈക്വൽ ടു -1 ആണ്. അങ്ങനെ ആവുന്ന സമയത്ത് എന്താ, ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0 പൊസിഷനിൽ എത്തി. ആ സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ ഒരു ഡാറ്റ ഫസ്റ്റ് ആ ഒരു പൊസിഷനിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യുന്നത്, എൽസ് ഇഫ് റിയർ ലെസ് ദാൻ n-1. കാരണം നമ്മൾ എത്ര സൈസാണോ കൊടുത്തത് ആ -1 ആണോ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുന്നത്, റിയർ എന്ത് ചെയ്യും, ഒരു ഇൻക്രിമെൻറ്റ് കൊടുക്കുക, റിയർ ബാക്കോട്ടേക്ക് പോകും. കാരണം നമ്മൾ ആദ്യം ഒരു 0 പൊസിഷനിൽ ഒരാൾ വന്ന് ആഡ് ചെയ്തു, അടുത്ത് എന്ത് ചെയ്യും, ഫസ്റ്റ് പൊസിഷനിലോട്ടേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും, ഒരു ഡാറ്റ ആഡ് ചെയ്യും. അങ്ങനെ അടുത്തതിലോട്ട് പോകും. അപ്പോൾ എത്രയാണോ നമ്മൾ സൈസ് കൊടുത്തുള്ളൂ, ഇപ്പോൾ 5 ആണെങ്കിൽ 5 ആവുന്നവരെ എന്ത് ചെയ്യും, അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് അടുത്ത ഇൻക്രിമെൻ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ആവും. അവിടെ കാണിക്കുന്നതാണ് ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അവസാനം ഒന്നുമില്ല, കാരണം ഓൾറെഡി 5 എണ്ണേ ഉള്ളൂ, 5 പൊസിഷൻ മാത്രമേ ഉള്ളൂ. ഈ 5 പൊസിഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനകത്തേക്ക് പുതിയൊരാളെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് എന്ത് കാണിക്കും, ക്യൂ ഓവർഫ്ലോ എന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് കാണിക്കും. ഓവർഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കംപ്ലീറ്റ് ഒരു മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ട്, അതിൽ കൂടുതലാവുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ ഓവർഫ്ലോ കാണിക്കും. അതാണ് എന്ത് പറയുന്നത്, ക്യൂ ഓവർഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, എൻഡ് ചെയ്യും, ദെൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് എന്തിൽ നടക്കുന്നത്, ക്യൂവിൽ നടക്കുന്ന ഇൻസേർഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കാൻ നിങ്ങൾ, ഇപ്പോൾ ഫ്രണ്ട് റിയർ നമ്മൾ ഇതിനകത്ത് കാലിയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഫ്രണ്ടും റിയറും സെയിം ആയിരിക്കും. അതിനകത്ത് എന്ത് ചെയ്യും, ആദ്യത്തെ പോസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, 25 എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, അത് ഇൻക്രിമെൻ്റ് ആയിട്ട് 30 ഇൻസേർട്ട് ചെയ്യും. ദെൻ അതിനുശേഷം ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, 51, ദെൻ ഇൻക്രിമെൻറ്റ് ചെയ്യും 60, ദെൻ എന്താണ് 85. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഇത്രയും എലമെൻറ്റ്സ്, ഇപ്പം ഓൾറെഡി നമുക്ക് ഇപ്പം ഇത്ര എലമെൻറ്റ്സ് മാത്രം, ഇനി ബാക്കി മൂന്ന് കള്ളികളെ ഉള്ളൂ, 3 സ്പേസേ നമുക്കുള്ളൂ. ഈ സ്പേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, 3 എലമെൻറ്റ്സിന് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിൽ കൂടുതൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ഓവർഫ്ലോ എന്ന് കാണിക്കുക. ഓക്കെ ആണോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം ഒന്നും കൂടെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, റിയർ ഈക്വൽ ടു -1 നിൽക്കണം. അതിനുശേഷം ഫ്രണ്ടും റിയറും എന്തായിക്കണം, 0 ആവണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡാറ്റ നമ്മൾ ആ ഒരു ഫസ്റ്റ് പൊസിഷനിലോട്ടേക്ക് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്തെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണം, ആ ഒരു വാല്യൂ ഗ്രേറ്റർ ദാൻ എന്താണ് n-1 ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷമാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, ഓരോ വാല്യൂ ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നത്. അവസാനം നമ്മൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ഓവർഫ്ലോ കാണിക്കും. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസേർഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡിലീഷനാണ്. അപ്പോൾ ഡിലീഷൻ എവിടെയാണ് നടക്കുന്നത്, ക്യൂവിൽ ഫ്രണ്ടിലാണ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നോർമലി ഒരു ക്യൂ നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ തിയേറ്റർ ടിക്കറ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ നിൽക്കുന്ന സമയത്തോ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളായിരിക്കും ആദ്യം പോകുന്നത്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂവിൽ ഡിലീഷൻ നടക്കുന്ന എവിടെയാണ്, ഫ്രണ്ടിലാണ് എന്ത് ചെയ്യുന്നത്,
ഡിലീഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു അറേ ഓഫ് സൈസ് നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്ത് വെക്കും. ദെൻ ഫ്രണ്ടും റിയറും നമ്മൾ ഡിനോട്ട് ചെയ്ത് വെച്ചു. വാൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡാറ്റയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസാണ്, സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയാണ് എന്ത്, വാൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് അൽഗോരിതാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അവിടെ എം ടി സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യണം. എം ടി ആണോ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യാണ്. അങ്ങനെ എം ടി ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ ഓഫ് ക്യൂ എന്താണ് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും, ആ ഡാറ്റ എന്ത് ചെയ്യും, നമ്മൾ ആ ഫ്രണ്ടിലൊന്ന് ഒഴിവാക്കും. അങ്ങനെ ആ ഡിലീറ്റ് ഫ്രണ്ടിൽ കിടക്കുന്ന ഡാറ്റയാണ് ഒഴിവാക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ 0 പൊസിഷനിലുള്ള ഒരു വാല്യൂ ഇപ്പം നോക്കാം, 0 1 2 ആണെങ്കിൽ ഇവിടെ നമുക്കൊരു 3 4 5 ഇങ്ങനെ ഓരോരോ ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ വാല്യൂ നമ്മൾ ഇത് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അങ്ങനെ അല്ല അല്ലെങ്കിൽ എം ടി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഫ്രണ്ടിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യും, നമുക്ക് പോകും. അതിനുശേഷം എന്ത് ചെയ്യും, ഇൻക്രിമെൻ്റ് ആവുന്ന സമയത്ത് ഈ പൊസിഷനിലോട്ടേക്ക് വരും. ഈ പൊസിഷനിലോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ വാല്യൂ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. അങ്ങനെ 1 by 1 ആയിട്ട് ഡിലീറ്റ് ചെയ്ത് അവസാനം എന്താണ്, ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എം ടി ആണ്, ഒന്നുമില്ലാത്ത സിറ്റുവേഷൻ ആവുന്ന സമയത്താണ് എന്ത് കാണിക്കുക, അണ്ടർഫ്ലോ എന്ന് കാണിക്കുക. എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഡിലീറ്റ് ചെയ്യാൻ ഇനി ഒന്നുമില്ലാത്ത സിറ്റുവേഷനിലാണ് കാണിക്കുക. അതേപോലെ ഇവിടെ പറയുന്നത് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലാസ്റ്റ് ഏറ്റവും അവസാനം. കാരണം ഫ്രണ്ടും റിയറും നമുക്ക് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം ലാസ്റ്റ്, എന്നാലല്ലേ അത് ഈക്വൽ ആവുള്ളൂ. നമുക്കറിയാം ഇപ്പോൾ ഒരു സാധാരണ നോർമലി ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പോയി ക്യൂ നിൽക്കുകയാണെങ്കിൽ അവിടെ ഫ്രണ്ടും റിയർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ എന്തും കൂടെ നോക്കണം, ഫ്രണ്ടും റിയറും ഒരേ പൊസിഷനിലാണോ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഈസിയാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, എം ടി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ആ ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് ഡിലീറ്റ് ചെയ്യും, റിമൂവ് ചെയ്യും. then അതിനുശേഷം എന്ത് ചെയ്യും, ഫ്രണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അടുത്ത പൊസിഷനിലോട്ടേക്ക് പോകും. എന്നിട്ട് അടുത്ത പൊസിഷനിൽ കിടക്കുന്ന ഡാറ്റ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യും. then വീണ്ടും എന്ത് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ അടുത്ത പൊസിഷനിൽ കിടക്കുന്ന ഡാറ്റ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ 1 by 1 ആയി ഡിലീറ്റ് ചെയ്ത് അവസാനം ഒന്നുമില്ലാത്ത സിറ്റുവേഷൻ വരുമ്പോഴാണ് എന്ത് പ്രിൻറ്റ് ചെയ്യുക, അണ്ടർഫ്ലോ എന്ന് പറയുന്ന സംഭവം പ്രിൻറ്റ് ചെയ്തിട്ട് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. മറ്റേ നമ്മൾ ഓവർഫ്ലോ ഇൻസേർഷനിൽ നമ്മൾ പഠിച്ചത് എന്താണ്, ഓവർഫ്ലോ ആണ്. പക്ഷേ ഡിലീഷനിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, അണ്ടർഫ്ലോ ആണ്. അപ്പം പേര് മറക്കരുത്. അണ്ടർഫ്ലോ എന്ന് വെച്ചാൽ നമ്മൾ എം ടി ആണ്, ഇനി ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. അവസാനം നമ്മൾ എന്തും കൂടെ ചെക്ക് ചെയ്യണം, ഫ്രണ്ടും റിയറും ഒരേ ഈക്വൽ പൊസിഷനിലാണോ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചത്. ബിഫോർ ഡിലീഷൻ ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഇൻ ദ ക്യൂ നമ്മൾ ആദ്യം ഇങ്ങനെയാണ് കാണിക്കുക, ഫ്രണ്ടും റിയറും ഇങ്ങനെ കാണിച്ചു. അതിനുശേഷം ആഫ്റ്റർ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് കാണിക്കും, ആദ്യം ഈ 25 ഡിലീറ്റ് ചെയ്യും. 25 ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അടുത്ത പൊസിഷനിലോട്ടേക്ക് മാറും. അങ്ങനെ 1 by 1 ആയി മാറി അവസാനം എന്ത് ചെയ്യും, 45 കഴിഞ്ഞ ബാക്കി എന്തുണ്ടാവില്ല, അവിടെ ഡാറ്റാസ് ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനൊരു വേറെ എന്താണ് കാണിക്കുക, ഡി ക്യൂ എന്നാണ് നമ്മൾ പറയുക, ഡിലീറ്റഡ് ക്യൂ എന്ന് വെച്ചാൽ ഓരോ 1 by 1 ആയി ഡിലീറ്റ് ചെയ്യുന്ന ഡി ക്യൂ എന്നാണ് പറയുക. 11 21 31 41 51. അപ്പോൾ ഇതാണ് ഫ്രണ്ട്, ഇതാണ് റിയർ. അപ്പോൾ നമ്മൾ എന്താണ്, ഫ്രണ്ട് 0 പൊസിഷനിലാണ്, 0 1 2 3 4 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഫസ്റ്റ് നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യും. പിന്നെ ഇൻക്രിമെൻ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, 21 വരും. അവിടെ അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ബാക്കി എന്താ, 31 41 51 ഉണ്ടാവും. അത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, 41 51 41 പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്, 51. അവസാനം എന്താണ്, കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാൻ ഇങ്ങനെ നമുക്ക് കാണിക്കും. ഇപ്പോൾ ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് ഈ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് എന്ത് പറയുന്നത്, അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതെന്താവില്ല, ഡിലീറ്റായി മാറില്ല. അപ്പോൾ അവിടെ എന്ത് കാണിക്കും, അണ്ടർഫ്ലോ എന്ന് കാണിക്കും. ഓക്കെ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂവിൻ്റെ ഡിലീഷനും ഇൻസേർഷനും ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് ക്യൂ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 2 മാർക്സിനും 1 മാർക്സിനും ചോദിക്കാറുണ്ട്. മെയിനായിട്ട് ജോബ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് ഷെഡ്യൂളിംഗ്, ഹാൻഡ്ലിംഗ് ഓഫ് ഇൻറപ്റ്റ്സ് ഇൻ റിയൽ ടൈം സിസ്റ്റംസ്. അപ്പോൾ ഇതിനൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു റിയൽ ടൈം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ എന്താണ്, പ്രിൻ്ററിലോട്ടേക്ക് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെ, നമ്മൾ കുറേ സിസ്റ്റത്തിൽ നിന്ന് ഒരുമിച്ച് എന്ത് ചെയ്യാണ്, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് ആദ്യം ഏതാണോ പ്രിൻറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് അതായിരിക്കും എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത് കൊടുത്ത്. അപ്പോൾ അതിങ്ങനെ വെയിറ്റിങ്ങിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കും, ക്യൂവിലാണെന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റിയൽ ടൈം ക്യൂവിൻ്റെ റിയൽ ടൈം ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ജോബ് ഷെഡ്യൂൾ ചെയ്യുക, അതേപോലെ റിസോഴ്സ് ഷെഡ്യൂൾ, അതേപോലെ ഇൻട്രപ്റ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യും. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്യൂ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് സർക്കുലർ ക്യൂ ആണ്. ഈ സർക്കുലർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിൽ ഉണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ക്യൂ ആണ് എന്ന് പറയുന്നത്
സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കുലർ ക്യൂ എന്ന് പറയുന്ന സമയത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പേരിൽ തന്നെ ഉണ്ട് സർക്കിളായിട്ട് അല്ലേ. നമ്മൾ ക്യൂ എന്ന് പറയുമ്പോൾ നേരെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതിന് പകരം എന്താണ് ഫ്രണ്ടും റിയറും ഒരുമിച്ച്, കാരണം നമുക്കൊരു സർക്കിൾ ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാകുന്നതാണ് എന്നത് പറയുന്നത് സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. കാരണം സർക്കുലർ ക്യൂ അലൗസ് ടു സ്റ്റോർ എലമെൻറ്റ് വിത്തൗട്ട് ഷിഫ്റ്റിംഗ് എനി ഡാറ്റ വിത്തിൻ ദ ക്യൂ എന്നാണ് പറയുന്നത്. കാരണം നമുക്കൊരു ഡാറ്റ ഒന്നും എന്താണ് ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തെടുക്കുന്ന ഒരു ക്യൂ ആണ് എന്തെന്ന് പറയുന്നത് സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യൂട്ടിലൈസ് സ്പേസ് ഓഫ് ക്യൂ ഫുള്ളി, നമുക്ക് മെയിനായിട്ടൊരു ക്യൂവിലുള്ള മൊത്തം സ്പേസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമൽ സാധാരണ ക്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി എന്താണ് ഇപ്പോൾ 2-3 സംഭവം ഡിലീറ്റ് ചെയ്തു, പക്ഷേ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് ആ ഫസ്റ്റ് പൊസിഷനിലോട്ടേക്കായിരിക്കും വന്ന് നിൽക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാമത് കിടക്കുന്ന പൊസിഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ കുറച്ച് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ സ്പേസ് വെറുതെ എന്ത് ചെയ്യും, വെറുതെ വേസ്റ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയുള്ളതാണ് എന്ത് സർക്കുലർ ക്യൂ. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സ്പേസ് നമുക്ക് ആ ക്യൂവിലുള്ള സ്പേസ് നമുക്ക് മൊത്തമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് അലൗസ് ടു സ്റ്റോർ ഡാറ്റ വിത്തൗട്ട് ഷിഫ്റ്റിംഗ് എനി ഡാറ്റ ഇൻ ദ ക്യൂ. നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഡാറ്റയും ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത് സർക്കുലർ ക്യൂവിൽ. അപ്പോൾ പേര് പോലെ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസും മറ്റുള്ള കാര്യങ്ങളും ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇങ്ങനെയാണ് കാണിക്കുന്നത്, ഇങ്ങനെ സർക്കിൾ. കാരണം ഇവിടെ 14 ഫ്രണ്ട് റിയർ ഒരുമിച്ചിട്ടാണ്. ഇതിനെന്താണ് ഇവിടെ 14 അടുത്ത ചെയ്യുന്ന സമയത്ത് എന്ത് വന്നു, 22 വന്നു. ദെൻ 14, 22, 13 എന്താ റിയറായി. ഇതിന് അവസാനം എന്താണ് സർക്കിൾ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, സർക്കുലർ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് സ്പേസ് ഫുള്ളി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് സർക്കുലർ ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് ലാസ്റ്റ് ടോപ്പിക്കിലോട്ടേക്കാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി സ്റ്റാക്ക് പറഞ്ഞു, ക്യൂ പറഞ്ഞു. നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, ലിങ്ക് ലിസ്റ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലിങ്ക് ലിസ്റ്റ് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞേക്കാളുമ്പോൾ നമുക്ക് ആദ്യം എന്താ അറിയണം, നോഡ് എന്താണെന്ന് അറിയണം. അപ്പോൾ നോഡ് എന്ന് പറയുന്നത് 2 പാർട്ടുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് നോഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 പാർട്ടാണ് ഉണ്ടാവുക. ഈ നോഡ് എന്ന് പറയുന്നത് എന്താ ശരിക്കും വെച്ചാൽ ആദ്യത്തെ പാർട്ടിൽ ഡാറ്റയും രണ്ടാമത്തെ പാർട്ടിൽ എന്താണ് അഡ്രസ്സാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് എ നോഡാണ്. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് എ നോഡാണ്. ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, ഡാറ്റ ആൻഡ് ലിങ്ക്. ഡാറ്റ ആൻഡ് അഡ്രസ്സ് അല്ലെങ്കിൽ ഡാറ്റ ആൻഡ് ലിങ്ക് ആണ് എന്ത് ഓരോ നോഡ്. അപ്പം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് നോഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക് എന്ന് പറയുന്നത് എന്താ, അഡ്രസ്സാണ്. ഇസ് എ പോയിന്റർ ടു ദ നെക്സ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ നമ്മൾ അടുത്ത നോഡ് എന്താണോ അതിൻ്റെ അഡ്രസ്സാണ് എവിടെ ഉണ്ടാവുക, ഈ ഒരു നോഡിൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പം ശ്രദ്ധിക്കുക ഒന്നും കൂടെ, ഒരു നോഡിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക, ഡാറ്റ ഉണ്ടാവും, അഡ്രസ്സ് ഉണ്ട്. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്, നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എന്തുണ്ടാവുക, ഈ നോഡിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം, നോക്കിക്കേ, ഇതാണ് ഒരു നോഡിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഡാറ്റ ഉണ്ടാവും, അഡ്രസ് പാർട്ട് ഉണ്ടാവും. അത് ലിങ്ക് ചെയ്ത് പോകുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 10 ഉണ്ടാവും. ഈ 10 ഇവിടെ എന്താ ഉണ്ടാവും, ഇതിൻ്റെ അഡ്രസ്സ്, ഈ രണ്ടാമത് കിടക്കുന്ന നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ഇവിടെ 1000 ആണെങ്കിൽ 100 ആണെങ്കിൽ 100 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു അഡ്രസ്സ് ആയിരിക്കും എവിടെ സ്റ്റോർ ചെയ്യുന്നത്, ഈ ഒരു അഡ്രസ് പാർട്ടിൽ ഉണ്ടാവാം. ഇത് ഇവിടെ ഉണ്ടാവുന്ന എന്താ, ഈ ഒരു ഇതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും, ഈ നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, ഇവിടെ 200 എന്ന് കാണിക്കും. ഇവിടെ എന്തുണ്ടാവും, ഇതിൻ്റെ അഡ്രസ്സ്. ഇപ്പോൾ 300 ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, ഇതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് എഴുതണം, നൾ എന്ന് കാണിക്കണം. പറ മനസ്സിലായി. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കളക്ഷൻ ഓഫ് നോട്ട്സ് ആണ്. ഓരോ നോട്ട്സിനും 2 പാർട്ടുണ്ട്. 2 പാർട്ട് ഏതൊക്കെയാണ്, ഡാറ്റയും അഡ്രസ്സും. അപ്പോൾ അഡ്രസ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എന്തുണ്ടാവുക, ആ നോഡിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു, കളക്ഷൻ ഓഫ് നോഡാണ്. നോഡ് എന്ന് പറയുന്നത് 2 പാർട്ട് ഉണ്ടാവും, അഡ്രസ്സ് ആൻഡ് ഡാറ്റ. അപ്പോൾ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നോഡിൻ്റെ എന്തായിരിക്കും, അഡ്രസ്സ് ആയിരിക്കും ഈ ഒരു നോഡിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കൊടുക്കുന്ന നോഡിനൊരു അഡ്രസ്സ് ഉണ്ടാവില്ലേ, ആ അഡ്രസ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അതിന് സ്പെഷ്യൽ പോയിന്റർ എന്നാണ് നമ്മൾ വിളിക്കുക. അതിനെ വിളിക്കുന്ന പേരെന്താണ്, സ്റ്റാർട്ട് എന്നാണ് വിളിക്കുക. ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദ സ്പെഷ്യൽ പോയിന്റർ ഈസ് കോൾഡ് സ്റ്റാർട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്താണ്, ഒരു സ്പെഷ്യൽ പോയിന്ററിലോട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരെന്താണ്,
സ്റ്റാർട്ട് എന്നാണ് വിളിക്കുന്നത്. മറന്നു പോകരുത്, നമ്മൾ പറഞ്ഞു ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട്സിൻ്റെ കളക്ഷൻസ് ആണ്. ഓരോ നോഡ് എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റ പാർട്ട് ഉണ്ടാവും, അഡ്രസ് പാർട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ് പാർട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്പെഷ്യൽ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ലിങ്ക് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. അത് മാത്രം ശ്രദ്ധിക്കുക, ഇവിടെ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ ഡൈനാമിക് എന്ന് പറയുന്നത് എന്താണ്, മെമ്മറീസ് അലോക്കേറ്റ് ഡ്യൂറിങ് ദ റൺ ടൈം. കാരണം നമ്മൾ മെമ്മറി എന്താണ് അലോക്കേറ്റ് ചെയ്യുന്നത്, എന്താണ് റൺ ടൈമിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മെമ്മറി സ്പേസ് സെറ്റ് ചെയ്ത് വെക്കുന്നില്ല, റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനാമിക് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി മുൻ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, റൺ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് വരുന്നില്ല, ഓവർഫ്ലോ എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് എന്തിൽ വരുന്നില്ല, ലിങ്ക് ലിസ്റ്റിൽ വരുന്നില്ല. നമ്മൾ ഓൾറെഡി ക്യൂലും സ്റ്റാക്കിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓവർഫ്ലോ എന്ന് പറയുന്ന സംഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ലിങ്ക് ലിസ്റ്റിൽ അങ്ങനെ ഓവർഫ്ലോ എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് എവിടെ കാണിക്കുന്നില്ല, ലിങ്ക് ലിസ്റ്റിൽ കാണിക്കുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പം ഇറ്റ് ഗ്രോസ് ആൻഡ് വെൻ ദ ന്യൂ ഡാറ്റ ഐറ്റംസ് ആർ ആഡഡ് ആൻഡ് സ്ട്രിങ്സ് വെൻ എവർ എനി ഡാറ്റ ഈസ് റിമൂവ്ഡ്. കാരണം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഡാറ്റ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെ വേണമെങ്കിൽ നമുക്ക് ഡാറ്റാസ് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് എന്തിലുണ്ട്, ലിങ്ക് ലിസ്റ്റിലുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാം, ഡാറ്റാസ് റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. അത് മാത്രമല്ല ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചറാണ്. മറന്നു പോകരുത്, ലിങ്ക് ലിസ്റ്റ് എന്ത് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഏറ്റവും ഫസ്റ്റ് നോഡ്, നമ്മുടെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന എവിടെയാണ്, സ്പെഷ്യൽ പോയിന്റാണ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്, സ്റ്റാർട്ടാണ്. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന ഏത് സമയത്താണ്, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ റൺ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർഫ്ലോ എന്ന് പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവുന്നില്ല. അതേപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്തിൽ പറ്റുന്നുണ്ട്, ലിങ്ക് ലിസ്റ്റിൽ പറ്റും. അതേപോലെ ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഏറ്റവും ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഒരു സ്പെഷ്യൽ പോയിന്ററിലോട്ടേക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്പെഷ്യൽ പോയിന്റാണ്, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ അഡ്രസ്സ് ഇതാണ് അഡ്രസ്സ് ഫസ്റ്റ് നോഡിൻ്റെ. ഈ അഡ്രസ്സാണ് ഇവിടെ ഡാറ്റ, ഇത് ഡാറ്റ പാർട്ടാണ്, 10 ആണ് ഡാറ്റ, ഇതിൻ്റെ അഡ്രസ്സ് 100. നെക്സ്റ്റ് ഇവിടെ കൊടുത്ത അഡ്രസ്സ് എന്തിൻ്റെയാണ്, അടുത്ത നോഡിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, അടുത്ത ഈ ഒരു 300 എന്ന് പറയുന്നത് എന്താണ്, അടുത്ത എന്താണ് 400. ഇവിടെ നമ്മൾ എന്ത് കാണിക്കും, നൾ എന്ന് കാണിക്കും. അപ്പം നമ്മൾ ഏറ്റവും ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ ഒരു സ്പെഷ്യൽ പോയിന്റിലോട്ടേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ദ സ്റ്റാർട്ട് പോയിന്റ് ഹോൾഡ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഓഫ് ദ ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ പറയാം. എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന ഈ സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ്. ഫസ്റ്റ് നോഡിൻ്റെ ഡാറ്റ പാർട്ടിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ കൊടുത്ത അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താ, നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ്. എന്ന് വെച്ചാൽ 200 എന്ന് പറയുന്നത് നെക്സ്റ്റ് നോഡ്, 300 എന്ന് പറയുന്നത് എന്താണ്, ഈ നോഡിൻ്റെ ഈ ഡാറ്റ പാർട്ടിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എന്തും 300. ഇവിടെ കൊടുത്ത 400 എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ അഡ്രസ് പാർട്ടാണ്. ഓക്കെ, ഇതിന് അവസാനം ഒന്നുമില്ലെങ്കിൽ നമ്മളിവിടെ എന്ത് കാണിക്കും, നൾ എന്ന് കാണിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റിംഗ് ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിങ്ക് ലിസ്റ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ 2 ways. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. സ്റ്റാക്ക് ആൻഡ് ക്യൂ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ യൂസിങ് അറേ എന്ന് പറയുന്നത് എന്താ, സ്റ്റാറ്റിക് ആണ്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ട് ഡൈനാമിക് ലിങ്ക് ലിസ്റ്റ് ആണ് അതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്യൂ വെച്ചിട്ടും സ്റ്റാക്ക് വെച്ചിട്ടും ചെയ്യാം. അതേപോലെ അറേ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് ആയിരിക്കും. അതേപോലെ നമ്മൾ എന്താണ്, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ദ ലീനിയർ ഓർഡർ ആക്സസിബിൾ വിത്ത് ലിങ്ക്. ഒരു ലീനിയർ ഓർഡറിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് എങ്ങനെ ആക്സസ് ചെയ്യുന്നത്, ലിങ്ക് വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അറേയിൽ അതേപോലെ തന്നെ ലീനിയർ ഓർഡറിൽ തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ആക്സസ് ചെയ്യുന്നത് എന്താണ്, ഇൻഡെക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ മാറിപ്പോവരുത്, രണ്ടും ലീനിയർ ഓർഡർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ലിങ്ക് വെച്ചിട്ടും ഇവിടെ എന്താണ്, ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. ഡു നോട്ട് ഹാവ് ഫിക്സഡ് സൈസ്. ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് എന്തില്ല, ഒരു ഫിക്സഡ് സൈസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെന്താണ്, ഫിക്സഡ് സൈസ് ആണ്. കാരണം നമുക്ക് എത്ര സൈസാണ് കൊടുത്താൽ ആ സൈസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ,
സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതേപോലെ കനോട്ട് ആക്സസ് ദ പ്രീവിയസ് എലമെൻറ്റ് ഡയറക്റ്റ്ലി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് പ്രീവിയസ് എലമെൻറ്റ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തിൽ, ലിങ്ക് ലിസ്റ്റിൽ. അറയിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻ ആക്സസ് ദ പ്രീവിയസ് എലമെൻറ്റ് ഈസിലി, നമുക്ക് പ്രീവിയസ് എലമെൻറ്റ് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. നോ ബൈനറി സെർച്ച്, ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈനറി സെർച്ച് നടത്താൻ വേണ്ടി പറ്റില്ല. ഇതിനകത്ത് അറയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈനറി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അറയും ലിങ്ക് ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ ഒരു ലീനിയർ ഓർഡർ തന്നെയാണ്, പക്ഷേ ഇതിനകത്ത് ആക്സസ് ചെയ്യുന്ന ലിങ്ക് വെച്ചിട്ടാണ്. അറയിൽ നമ്മൾ എന്താണ് സബ്സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നത്. ലിങ്ക് ലിസ്റ്റിൽ എന്താണ് ഫിക്സഡ് സൈസ് അല്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താണ് അറയിൽ ഫിക്സഡ് സൈസ് ആണ്. അതേപോലെ തന്നെ പ്രീവിയസ് എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിങ്ക് ലിസ്റ്റിൽ ഈസി ആയിട്ട് ഡയറക്റ്റ്ലി നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അറയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം. അതേപോലെ ലിങ്ക് ലിസ്റ്റിൽ ബൈനറി സെർച്ച് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അറയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈനറി ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതാണ് എന്ത്, ലിങ്ക് ലിസ്റ്റും അറയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ അറയും ലിങ്ക് ലിസ്റ്റും തമ്മിലെ വ്യത്യാസം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ ഓപ്പറേഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സ്റ്റാക്കിലും ക്യൂലും നമ്മൾ പറഞ്ഞു, ഇനി ഡിലീഷൻ, ഇൻസേർഷൻ ഒക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ലിങ്ക് ലിസ്റ്റിൽ മെയിനായിട്ട് വരുന്ന 4 ഓപ്പറേഷൻസ് ആണ്. ക്രിയേറ്റിംഗ് ലിങ്ക് ലിസ്റ്റ്, ട്രാവേഴ്സിങ് എ ലിങ്ക് ലിസ്റ്റ്, അതേപോലെ തന്നെ ഇൻസേർട്ടിംഗ് എലമെൻറ്റ് ടു എ ലിങ്ക് ലിസ്റ്റ്, ഡിലീറ്റിംഗ് എലമെൻറ്റ്സ് ഫ്രം എ ലിങ്ക് ലിസ്റ്റ്. ക്രിയേറ്റ് ചെയ്യുക, ട്രാവേഴ്സ് ചെയ്യുക. ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ നോഡിലൂടെയും നമ്മൾ എന്ത് ചെയ്യുക, പോയി നോക്കുക. എല്ലാ ഡാറ്റാസും നമ്മൾ സെർച്ച് ചെയ്യുന്നതാണ് എന്ത്, ട്രാവേഴ്സിങ്. ദെൻ ഇൻസേർട്ട് ചെയ്യുക, നമ്മൾ പുതിയതായിട്ടൊരു സംഭവം, പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഈ 4 ഓപ്പറേഷൻസ് ആണ് എന്തിൽ ചെയ്യുന്നത്, ലിങ്ക് ലിസ്റ്റിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വൺ ബൈ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്, ക്രിയേഷൻ ഓഫ് എ ലിങ്ക് ലിസ്റ്റ്. നമ്മൾ ക്രിയേഷൻ ഓഫ് എ ലിങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, സ്റ്റെപ്പ് 1, ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം, അതിനൊരു അഡ്രസ്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം. അതിനുശേഷം സ്റ്റോർ ഡാറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ്. നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അഡ്രസ്സ് നമ്മൾ കൊടുത്തു, ഏറ്റവും ഫസ്റ്റ് കൊടുക്കുന്ന അഡ്രസ്സിന് എന്താ പറയുന്നത്, സ്റ്റാർട്ടാണ്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് എന്തുണ്ടാവും, ഇപ്പോൾ നമ്മളൊരു സ്റ്റാർട്ട് എന്ന് പറയുന്ന സംഭവം നമ്മളിവിടെ കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് എന്താണ്, ഇവിടെ ഈ ഒരു പാർട്ടിൽ ഇതിൻ്റെ എന്തുണ്ടാവും, ഡാറ്റ ഉണ്ടാവും. അതേപോലെ ഇവിടെ എന്തുണ്ടാവും, അഡ്രസ്സ് ഉണ്ട്. അത് നമ്മൾ നൾ പാർട്ടായിട്ടാണ് കാണിക്കാം. ഓക്കെ, അതിനുശേഷം ഇഫ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ദ സ്റ്റാർട്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും, നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ദ അഡ്രസ് ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദ പ്രീവിയസ് നോഡ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത എന്താണോ അതിൻ്റെ എന്താണ് അഡ്രസ്സ് ഈ പ്രീവിയസ് നോഡിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. അങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഈ 1 to 4 നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, നോഡ് അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ നോക്കൊരു ഫിഗർ ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു നോഡ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഈ ഒരു ഡാറ്റ പാർട്ട്, ഈ ഡാറ്റയുടെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റിനകത്തേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ അടുത്ത എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ് പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തേക്ക്, ഇതിൻ്റെ കൂടെയുള്ള ലിങ്കിൻ്റെ അകത്ത് ഇതിൻ്റെ അഡ്രസ് പാർട്ടിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ദെൻ അതിനുശേഷം അടുത്ത, അങ്ങനെ ഇത് ഓരോന്ന് 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിയേഷൻ ഓഫ് എ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡാറ്റയും നമ്മളത് എന്ത് ചെയ്യും, അഡ്രസ്സും ഒബ്റ്റെയിൻ ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അഡ്രസ്സ്, ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ അകത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇതിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ആ കൊടുക്കുന്ന ആ നോഡിൻ്റെ, നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത നോഡിൻ്റെ ആ ഒരു അഡ്രസ് പാർട്ടിനകത്തേക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് എന്താണോ വരുന്നത് അതിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ ചെയ്യുന്നതാണ് എന്ത്, ക്രിയേഷൻ ഓഫ് എ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, ക്രിയേഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ട്രാവേഴ്സിംഗ് ആണ്. ട്രാവേഴ്സിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ എലമെൻസിലൂടെയും എല്ലാ നോഡിലൂടെയും നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിലൂടെ എല്ലാത്തിലൂടെയും കടന്നു പോകുന്നതിനാണ് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഫ്രം ദ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോർ ഇറ്റ് ടെംപ്. ടെംപ് എന്ന് പറയുന്ന ഒരു ടെമ്പററി ആയിട്ട് ഒരു സ്പേസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സ്റ്റാർട്ടിൽ എന്താ കിടക്കുന്നത്, ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സ് നമ്മൾ എവിടേക്ക് സ്റ്റോർ ചെയ്യും, ടെമ്പിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം യൂസിങ് ദ അഡ്രസ് ഇൻ ദ ടെം ഗെറ്റ് ഡാറ്റ ഓഫ് ദ ഫസ്റ്റ് നോഡ് ആൻഡ് സ്റ്റോർ ദ വാൽ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ടെമ്പിൽ കിടക്കുന്ന അഡ്രസ്സ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു അഡ്രസ്സിൽ കിടക്കുന്ന ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യും, ആ കിടക്കുന്ന ഒരു വാൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നോഡിൻ്റെ അകത്തേക്ക് വാലിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അങ്ങനെ ഓൾസോ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ് ദാറ്റ് ഈസ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ് ആൻഡ് ദ സ്റ്റോർ ഇൻ ദ ടെം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അടുത്ത പാർട്ടിൻ്റെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ ടെമ്പിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. ആ ടെമ്പിനകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ അഡ്രസ്സിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, വാലിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അടുത്ത നോഡിൻ്റെ എന്ത് ചെയ്യും, അഡ്രസ് പാർട്ട്
ടെമ്പിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യും. വീണ്ടും അതിൽ കിടക്കുന്ന ഡാറ്റാ പാർട്ട് നമ്മൾ എന്ത് ചെയ്യും, വാലിൻ്റെ സ്റ്റോർ. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യും നമ്മൾ, ഇഫ് ദ കണ്ടന്റ് ഓഫ് ദ ടെമ്പ് ഈസ് നോട്ട് നൾ ഗോ ടു സ്റ്റെപ്പ് 2. കാരണം നമ്മൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യണം, ടെമ്പ് നള്ളാവുന്നവരെയും നമ്മൾ എന്ത് ചെയ്യണം, ഇത് പോയിക്കൊണ്ടിരിക്കും. ടെമ്പ് എപ്പോഴാണോ നള്ളാവുന്നത്, അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും കൂടി പോയി വന്നത്. ഇപ്പം ആദ്യത്തെ പോയി, അതിനുശേഷം നമ്മൾ എന്ത് കണ്ടീഷൻ കൊടുക്കും, നമ്മൾ അടുത്ത വാല്യൂ സ്റ്റോർ ചെയ്യും, അടുത്ത അഡ്രസ്സ് സ്റ്റോർ ചെയ്തു. അങ്ങനെ നമ്മൾ 3 ആണെങ്കിൽ 3 സ്റ്റോർ ചെയ്യുന്നത് പിന്നീട് ടെമ്പ് എന്താവും, നള്ളായിട്ട് മാറും, അല്ലെങ്കിൽ അതിനകത്ത് ഒന്നും ഇല്ലാത്ത അവസ്ഥയായിട്ട് മാറും. ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിക്കുന്നത്, എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്തു, ട്രാവൽ ചെയ്ത് വന്നു എന്നാണ് മീൻ ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ടെമ്പ് എന്തായി കാണിക്കും, നള്ളായിട്ട് കാണിക്കും. ടെമ്പ് നള്ളാവുന്നവരെയും നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ ഓരോ അഡ്രസ്സ് ടെമ്പിനകത്ത് സ്റ്റോർ ചെയ്യും, അതിനകത്ത് കിടക്കുന്ന ആ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, പോയി നോക്കും, അല്ലെങ്കിൽ അത് വാലിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യും. വീണ്ടും അടുത്ത കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ് ടെമ്പ് എപ്പോഴാണോ, ഈ ടെമ്പ് എന്ന് പറയുന്ന സംഭവം എപ്പോഴാണോ നള്ളാവുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനൊരു പിക്ചർ ഉണ്ട്, നമുക്ക് നോക്കാം. നോക്കിക്കേ, എ എന്ന് പറയുന്നത് ഡാറ്റയാണ്, അതിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, ഇത് 200 ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിൽ കിടക്കുന്ന 100 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ ടെമ്പിൻ്റെ അകത്ത് പോകും. then അതിൻ്റെ അഡ്രസ്സ് നമ്മൾ നോക്കും. അങ്ങനെ 1 by 1 ആയിട്ട് നോക്കി അവസാനം എപ്പോഴാണോ ഇത് എന്ത് ചെയ്യുന്നത്, ടെമ്പ് എന്ന് പറയുന്ന സംഭവം എന്താണ്, ഒരു ഡാറ്റ സ്റ്റോർ സംഭവം നള്ളാവുന്നത് അതുവരെ എന്ത് ചെയ്യും, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേഷൻ പറഞ്ഞു, അതേപോലെ തന്നെ നമ്മൾ ട്രാവേഴ്സ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇൻസേർഷൻ ഇൻ ലിങ്ക്ഡ് ലിസ്റ്റാണ്. നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പം ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വേറൊരു നോഡ്, ദെൻ അതിനുശേഷം വേറൊരു നോഡ്. ഈ 2 നോഡിനിടയിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, പുതിയൊരു നോഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ നോഡ് ആൻഡ് സ്റ്റോർ ദ അഡ്രസ് ഇൻ ദ ടെം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് എന്താണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു നോഡ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, ടെമ്പ് എന്ന് പറയുന്ന ഒരു സ്പേസിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം സ്റ്റോർ ദ ഡാറ്റ ആൻഡ് ലിങ്ക് പാർട്ട് ഓഫ് ദ നോഡ് യൂസിങ് ടെമ്പ്. അപ്പോൾ നമ്മൾ സ്റ്റോർ ദ ഡാറ്റ ആൻഡ് ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് യൂസിങ് ടെമ്പ്. നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് സ്റ്റോർ ദ ഡാറ്റ ചെയ്യുന്ന ലിങ്ക് പാർട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. അതിനുശേഷം ഒബ്റ്റെയിൻ ദ അഡ്രസ്സസ് ഓഫ് ദ നോഡ്സ് അറ്റ് പൊസിഷൻ POS-1 ആൻഡ് ദ പോസ്റ്റ് ഇൻ ദ പോയിന്റേഴ്സ് പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് റെസ്പെക്റ്റീവ്ലി വിത്ത് ഹെൽപ്പ് ഓഫ് ദ ട്രാവേഴ്സൽ ഓപ്പറേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 നോഡിൻ്റെ ഇടയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പുതിയൊരു നോഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ് പാർട്ട് നമ്മൾ പ്രീ നോഡിനകത്തേക്കും ഇതിൻ്റെ അഡ്രസ് പാർട്ട് നമ്മൾ എന്താണ് പോസ്റ്റ് നോഡിലോട്ടേക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്തിട്ട് വെക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പി ദ കണ്ടന്റ് ഓഫ് ദ ടെമ്പ്. നമ്മളെന്താ വെച്ചാൽ പുതിയ നോഡിൻ്റെ അഡ്രസ്സ് ഇൻ ടു ലിങ്ക് പാർട്ട് ദ നോഡ് അറ്റ് എ പൊസിഷൻ എന്താണ്, പൊസിഷൻ വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് പ്രീ നോഡ്. നമ്മൾ എന്ത് പ്രീ നോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പുതിയൊരു അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, ആക്സസ് ചെയ്തിട്ട് ആ പ്രീ നോഡ് ഇപ്പോൾ എന്താണ്, നമ്മൾ മറ്റേതിൻ്റെ അഡ്രസ്സ് അല്ലേ. അപ്പോൾ ആ ഒരു അഡ്രസ്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, പുതിയതിൻ്റെ അഡ്രസ്സ് നമ്മൾ അവിടെ കൊടുക്കുക. അതിനുശേഷം കോപ്പി ദ കണ്ടന്റ് ഓഫ് ദ പോസ്റ്റ് നോഡിലെ കണ്ടന്റ് കോപ്പി ചെയ്യാം. ദെൻ ഇൻ ടു ദ എന്താണ് ലിങ്ക് പാർട്ട് ഓഫ് ദ ന്യൂ നോഡ് അറ്റ് ദ പോയിന്റ് ബൈ ദ ടെമ്പ്. ആ സംഭവം നമ്മൾ എന്താ കോപ്പി ചെയ്തിട്ട് പോസ്റ്റ് നോഡിലെ അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ പുതിയത് ഏതാണോ നമ്മൾ എന്തിനായിട്ട് കൊടുക്കേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലിങ്ക് ചെയ്തിട്ട് കാണിക്കുക. അപ്പോൾ നിങ്ങൾ പിക്ചർ കാണിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കാം, ഇതാണ് നമ്മൾ ഹെഡ്, ഇതാണ് നമ്മൾ ടെമ്പിൻ്റെ അകത്തേക്ക് നമ്മൾ കൊടുത്തത്. ഇതാണ് ന്യൂ നോഡ് എന്ന് പറയുന്നത്, ഇതാണ് ഓൾഡ് ലിങ്ക്. അപ്പോൾ ആദ്യം ഇവിടെ എന്താ വെച്ചാൽ ന്യൂ ലിങ്ക് എന്താണ്, ഈ ഒരു അഡ്രസ്സ് ഇതിൻ്റെ ഈ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡാറ്റ പാർട്ടായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ഈ ഒരു അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡാറ്റ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഇതാണ് എവിടെ സംഭവിക്കുന്നത്, ഇൻസേർഷനിൽ സംഭവിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ നോഡിൻ്റെ അഡ്രസ്സ് ഒരു ടെമ്പിൻ്റെ അകത്തേക്ക് ചെയ്യുക. അതിനുശേഷം പ്രീ നോഡിനകത്തേക്കും പോസ്റ്റ് നോഡിനകത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, 2 പഴയ എവിടെയാണോ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ 2 ഇപ്പുറത്തെ സൈഡിലുള്ള നോഡുകളുടെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കണ്ടൻറ്റുകൾ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അത് തമ്മിൽ കണക്ട് ചെയ്യുക. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇൻസേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസേർഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിലീഷനാണ്. ഇതൊരു ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ. ഡിലീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് ക്രിയേറ്റ് ചെയ്ത നോഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഏത് സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് എന്തിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. മറ്റേതുപോലെ ഫ്രണ്ടിലോ റിയറിലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഏത് പൊസിഷനിൽ കിടക്കുന്ന നോഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒബ്റ്റെയിൻ ദ അഡ്രസ് ഓഫ് ദ നോഡ് അറ്റ് പൊസിഷൻ
ആൻഡ് ഇൻ ദ പോയിന്റേഴ്സ് പ്രീ നോഡ് ആൻഡ് പോസ്റ്റ് നോഡ് റെസ്പെക്റ്റീവ്ലി വിത്ത് ഹെൽപ്പ് ഓഫ് ദ ട്രാവേഴ്സൽ ഓപ്പറേഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഏതാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം പ്രീ നോഡിലും പോസ്റ്റ് നോഡിലും നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ടിൻ്റെ അപ്പുറത്ത് ഏതാണോ ചെയ്യുന്നത് അതിൻ്റെ രണ്ട് സൈഡിലുള്ള നോട്ട്സിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, പ്രീ നോഡ് പോസ്റ്റ് നോഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം കോപ്പി ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ പോസ്റ്റ് നോഡ്, അതേപോലെ into the link part of the node at the position which can access using the pre node. നമ്മൾ എന്ത് ചെയ്യുക, ആ കണ്ടന്റുകൾ പ്രീ നോഡിൽ കണ്ട കണ്ടന്റുകൾ നമ്മൾ എന്ത് കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഏതാണോ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ നോഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീ ആക്കിയിട്ട് മാറ്റുക. പൊസിഷൻ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മൾ മാറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു നോഡ് ഡിലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ആദ്യം അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രീ നോഡും പോസ്റ്റ് നോഡിലും നമ്മൾ എന്ത് ചെയ്യുക, ട്രാവേഴ്സൽ ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടന്റുകൾ കോപ്പി ചെയ്യുക. അഡ്രസ് ഓഫ് ദ കണ്ടന്റ് കോപ്പി ചെയ്യുന്നത് പോസ്റ്റ് നോഡ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് ദ നോഡ് അറ്റ് പൊസിഷൻ എന്താണ്, പൊസിഷൻ POS+1 അതേപോലെ തന്നെ എന്താണ് POS-1 നമ്മൾ അതിൽ കിടക്കുന്ന അഡ്രസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഏതാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യാതെ നമുക്ക് ഫ്രീ ആക്കി മാറ്റാം. അപ്പോൾ അതെന്ത് ചെയ്യും, ആ നോഡ് ഡിലീറ്റ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു എല്ലാത്തിൻ്റെയും സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ അൽഗോരിതം നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. എന്നാൽ മാത്രമേ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. എക്സാമിന് എന്തായാലും ഒരു അൽഗോരിതം ഷുവറായിട്ട് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ എന്താണ് ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചത് 10 ഈ ഒരു ഇതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് 20 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ രണ്ടിൻ്റെ അഡ്രസ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്ത് ഇതിൻ്റെ അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഫ്രീ ആക്കി മാറ്റി. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഡിലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്ററോട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഫുൾ ഫോം ഓഫ് FIFO. FIFO എന്ന് പറയുമ്പോൾ എന്താ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിൻ്റെ എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഏതിലാണ് യൂസ് ചെയ്യുന്നത് ചോദിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്യൂ ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ എ ഡാഷ് മാനർ. ക്യൂ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ക്യൂവിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, എങ്ങനെയാണ്, ലിഫാണ്. FIFO ഉണ്ട്, എന്താണ് FILO, ഫെയിലോ, ലൈഫ് അല്ലേ, ലീലോ. ഇതിനകത്ത് ഏതാണ് നമ്മൾ പറയുന്നത്, FIFO ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് വരുന്ന ആൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഔട്ടാക്കും. അങ്ങനെയാണ് ക്യൂവിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെയാണ്, അങ്ങനെയല്ലേ ക്യൂവിൽ നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യം വരുന്ന ആൾക്കാരാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്യൂവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മാനർ എന്താണ്, FIFO ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ ആണല്ലോ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, A stack can be grow or string, so it can be considered as a dash data structure. അപ്പോൾ നമുക്ക് എന്താണ് ഗ്രോ, എന്താണ് സ്ട്രിങ് ചെയ്യാനും അതേപോലെ നമുക്ക് അതേപോലെ തന്നെ ഗ്രോ ചെയ്യാനൊക്കെ പറ്റുന്ന ഡാറ്റ സ്ട്രക്ചർ ഏതാണ്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. നമ്മൾ ഓൾറെഡി ലിങ്ക് ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വേർഡ് എന്തിലാണ് വരുന്നത്, ലിങ്ക് ലിസ്റ്റിലാണ് വരുന്നത്. സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അത് ലിങ്ക് ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. ഓക്കെ ആണല്ലോ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, the data structure in which elements are arranged in a non-sequence is named as a type of data structure. എന്ന് വെച്ചാൽ ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ചാൽ എലമെൻറ്റ്സ് എന്താണ് അറേഞ്ച്ഡ് നോൺ സീക്വൻസ്, നമുക്കൊരു ഓർഡർ ഇല്ലാത്ത, കാരണം സീക്വൻസ് അല്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ഹെട്രോജീനിയസ് ഡാറ്റ സ്ട്രക്ചർ, സിൻഡസ്റ്റിക് ഡാറ്റ സ്ട്രക്ചർ, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ എന്താണ് ഏതതിൻ്റെ അകത്ത് വരുന്നത്, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് 2 സ്റ്റേറ്റ്മെൻറ്റ്. മെമ്മറി ഓഫ് സൈസ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആർ അസോസിയേറ്റഡ് വിത്ത് പ്രൈമറി മെമ്മറി. 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താ, സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ എന്താണ് ട്രൂ, നോട്ട് ട്രൂ. ദെൻ ബി എന്താ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് എന്താണ് ഫോൾസ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് 2 ആർ ഫോൾസ് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ആൻസർ, ഇതെവിടെ നോക്കിക്കേ, മെമ്മറി സൈസ് ഓഫ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ക്യാൻ ബി ചേഞ്ച് ഇൻ ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ. നമുക്ക് മെമ്മറി ഓഫ് സൈസ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഡാറ്റ സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചിങ് ഡ്യൂറിങ് എന്താണ് എക്സിക്യൂഷൻ. അതേപോലെ തന്നെ എന്താണ്, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആർ അസോസിയേറ്റ് വിത്ത് പ്രൈമറി മെമ്മറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ നോട്ട് ട്രൂ ആണെന്നാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് എന്തല്ല, നോട്ട് ട്രൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണ്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 6th ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് ഐറ്റം ആർ ആഡഡ് അറ്റ് എ 1 end ആൻഡ് റിമൂവ്ഡ് ഫ്രം ദ അതർ. ഏതായിരിക്കും, സ്റ്റാക്ക്, ക്യൂ, ലിസ്റ്റ്, നൺ ഓഫ് ദ എബോവ്. എന്ന് വെച്ചാൽ ഒരു എൻഡിൽ നമ്മൾ ഐറ്റം ആഡ് ചെയ്യും, ഒരു എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഐറ്റം ഡിലീറ്റ് ചെയ്യും.
അത് ഏതിലാണ് വരുന്നത്? ക്യൂ അല്ലേ? ക്യൂവിലാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്? ഒരു സ്ഥലത്ത് നമ്മൾ ആഡ് ചെയ്യും, ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡിലീറ്റ് ചെയ്യും. അത് ചെയ്യുന്ന ഏതിലാണ്? ക്യൂവിലാണ്. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻ വെൻ ഡാറ്റ ഹാവ് ടു ബി സ്റ്റോർഡ് ആൻഡ് ദെൻ റിട്രീവ്ഡ് ഇൻ എ റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡർ എന്ന് പറയുന്നത് എന്താ? നമ്മളിങ്ങനെ ഏറ്റവും അവസാനം വെച്ച ആളിനെ നമ്മൾ ആദ്യം എടുക്കാം അല്ലേ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ ഏറ്റവും അവസാനം വെച്ച ആളെ നമ്മൾ എന്ത് റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്താ? നമ്മളിങ്ങനെ അട്ടിക്കട്ടിക്കിട്ട് വെച്ച് ആദ്യം നമ്മൾ വെക്കുന്ന ആൾ, ഏറ്റവും അവസാനം വെക്കുന്ന ആളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം എടുക്കുന്നത്. അതാണ് റിവേഴ്സ് ഓർഡർ. അതിൽ ഏതാണ്? സ്റ്റാക്ക് ആണോ, ക്യൂ ആണോ, ലിസ്റ്റ് ആണോ, ലിങ്ക് ലിസ്റ്റ് ആണോ? സ്റ്റാക്ക് അല്ലെ? സ്റ്റാക്കിൽ നടക്കുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് എന്ത് നടക്കുന്നത്? സ്റ്റാക്കിൽ നടക്കുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദ പ്രിൻസിപ്പിൾ ബൈ വിച്ച് ടിക്കറ്റ്സ് ആർ ഇഷ്യൂഡ് ഇൻ എ സിനിമ ടിക്കറ്റ് കൗണ്ടർ, വിച്ച് ഡാറ്റ സ്ട്രക്ചർ സപ്പോർട്ട് ദിസ് പ്രിൻസിപ്പിൾ. എന്തായിരിക്കും? നമ്മൾ തിയേറ്ററിൽ ഏതായിരിക്കും? ക്യൂ ആയിരിക്കുമല്ലോ. എക്സാമ്പിൾ ഓഫ് ക്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ തിയേറ്ററിലായാലും നമ്മൾ ക്യൂ നിൽക്കുകയാണ്. ഏറ്റവും ആദ്യം വന്ന ആൾക്കാരായിരിക്കും നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? നമ്മൾ ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞയക്കുന്നത്. ഇത് പ്രസൻറ്റ് എന്താണ്? പേഴ്സൺ ആർ ആഡഡ് ടു ദ at the back end and the ticket are issued the front end. The FIFO method is used. First in first out method. Okay ആണല്ലോ. Then next question, define stack. Write down short note about the stack. നമ്മൾ എന്താണ് സ്റ്റാക്കിനെ കുറിച്ച് എഴുതണം. സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഒരു ലീനിയർ സ്ട്രക്ചർ ആണ്. കാരണം നമുക്ക് എന്താണ്? കാരണം ഒരു ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലാണ് ചെയ്യുന്നത്. ഒരു പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ആ ഒരു കാര്യമാണ് അവർ പറയുന്നത്. ഏറ്റവും ടോപ്പിലാണ് എന്ത് സംഭവിക്കുന്നത്? ഡിലീഷനും അതേപോലെ തന്നെ ഇൻസേർഷനൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ടോപ്പിലാണ്. ഇതിനകത്ത് രണ്ട് ഓപ്പറേഷൻസ് ഉള്ളത്, പുഷും പോപ്പും അല്ലേ? പുഷ് എന്ന് പറയുന്നത് എന്താണ് അല്ലേ? നമുക്ക് രണ്ടെണ്ണം പുഷും ഉണ്ട്, അതേപോലെ എന്താണ്? പോപ്പും ഉണ്ട്. ആഡ് ചെയ്യുന്നതിന് നമ്മൾ പുഷ് എന്നും ഡിലീറ്റ് ചെയ്യുന്നത് എന്തിനാണ് പറയുന്നത്? പോപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് ഓൾറെഡി ഇതിൻ്റെ നോട്ട്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ നോക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, identify and correct the mistake in the following stack push algorithm. Start if stack is full, return the null end if top equal to top minus 1, stack top is equal to data stop ആണ്. എന്താ ഇവിടെ കാണിച്ചത്? ടോപ്പ് is equal to top minus 1 to be replaced. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇവിടെ എന്താണ് നമ്മൾ എഴുതിയത്? ടോപ്പ് is equal to top minus 1 ആണ്. നമ്മൾ ഇതിനകത്ത് പുഷ് അൽഗോരിതത്തിൽ എന്താ വേണ്ടത്? ടോപ്പ് സീക്വൽ ടു എന്താണ്? ടോപ്പ് പ്ലസ് 1 ആണ്, -1 അല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെല്ലാത്തിൻ്റെ അൽഗോരിതം നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സാം ഷുവർ ആയിട്ട് എന്ത് ചെയ്യും? ചോദിക്കും. ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ എന്ത് എഴുതാൻ വേണ്ടി പറയും? നിങ്ങളോട് അൽഗോരിതം എഴുതാൻ വേണ്ടി പറയും. കാരണം ഒരു 4-5 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അൽഗോരിതംസ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇവിടെ എന്താ പറയുക? ടോപ്പ് -1 ആണ്, പക്ഷേ അത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ടോപ്പ് സീക്വൽ ടു ടോപ്പ് പ്ലസ് 1 എന്ന് കൊടുത്തു പുഷിൽ. കാരണം നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുന്നില്ല. താഴോട്ട് നമ്മൾ പുഷ് ചെയ്യാന്ന് പറയുന്നത് എന്താ? ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയം നമ്മൾ ഇൻക്രിമെൻ്റ് ആവേണ്ടത്. ടോപ്പ് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരണം. അവിടെയാണ് സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ടോപ്പ് പ്ലസ് 1 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം ഈ ഒരു തേർഡ് ചാപ്റ്റർ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ തേർഡ് ചാപ്റ്റർ നമ്മൾ ഡാറ്റ സ്ട്രക്ചറും അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്, മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുകയും അതുമാത്രമല്ല എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡ് നിങ്ങൾ നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.